സ്നേഹം കൊണ്ട് മാത്രമേ മനസ്സിൽ സ്നേഹം മാത്രമേ VSന് ഉണ്ടായിട്ടുള്ളൂ. VSൻ്റെ കൂടെ എല്ലാം ഒരുപാട് കാലം ജോലി ചെയ്യാൻ പറ്റിയതിൽ തന്നെ വളരെ അഭിമാനത്തോടെ കാണുന്നു. VS ഇല്ലാത്തൊരു ഇത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സ്റ്റേജിലേക്കാണ് ഇപ്പോൾ ഞാനൊരു 22 ദിവസം അവിടെ ഹോസ്പിറ്റലുണ്ടായി, SUTയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഒരാഴ്ച ഇതായിട്ട് 3 ദിവസം മറ്റേതായിട്ട് വന്നിട്ട് ഇങ്ങോട്ട് ഇപ്പം ഇന്ന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോഴത്താണ് VSൻ്റെ ഈ ഒരു ഇതറിഞ്ഞതിൽ വളരെ ഇതായിരിക്കുക. ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു സമയത്ത് അതിൽ നിന്ന് ഇതെടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ VSൻ്റെ കൂടെ നടക്കുമ്പോൾ തന്നെ ഒരുപാട് മറ്റേ അനുഭവങ്ങളും ഇതെല്ലാം ഉണ്ട്. നമുക്ക് എന്തും തുറന്നു പറയാവുന്ന ഇതാണ്. കാരണം VS എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ദേഷ്യക്കാരനാണ്. അങ്ങനെയുള്ള ഇതൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പുള്ളിയുടെ കൂടെ പോകുന്നതുകൊണ്ട് നമ്മൾക്കൊന്നും അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഇത്രയും വർഷം ജോലി ചെയ്തതിൽ നമ്മൾക്കതൊരു വഴക്ക് പറയാൻ, നമ്മളുടെ അടുത്തൊരു വഴക്ക് പറയാനോ ഒരിതും ഞങ്ങൾ കണ്ടിട്ടില്ല. നമ്മളുടെ അടുത്ത് മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നുണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ അടുത്ത് ഒരു ഇതും ഇതുവരെ ഉണ്ടായില്ല. അത് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ഒരിതാണ് VSന്. VSൻ്റെ വാഹനത്തിൽ അദ്ദേഹം KPCയുടെ നാടകഗാനങ്ങളും പഴയ പാട്ടുകളും ഒക്കെ കേൾക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതെ, അത് ഞങ്ങളത് ഞങ്ങളതിനെ ഇതാക്കി വയ്ക്കും ഓരോ പാട്ടുകൾ. അപ്പോൾ VS അതെല്ലാം ആസ്വദിച്ചിട്ടാണ് VS പോകുന്നതും ഇതൊക്കെയാണ്. അങ്ങനെ നല്ല VSനെ കൊണ്ടുപോകുന്നത് ഒരു വലിയൊരു ആൾ എന്നുള്ള ഇതല്ലാതെ ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതായിട്ടാണ് VS എല്ലാ കഥകളും പറഞ്ഞു തരും. ലാസ്റ്റ് PAയുടെ അടുത്തെല്ലാം ചോദിക്കും. അപ്പോൾ അതെല്ലാം തിരിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞു തരും. എന്നെ കൊന്നു, ഞാൻ ചത്തു എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞിട്ട് പോയതാണ്, അവർ കള്ളനുണ്ടായിരുന്നു, എന്താ കോരപ്പൻ എന്നൊക്കെ പറഞ്ഞു. ആ രീതിയിലുള്ള എല്ലാ കഥകളും നമുക്കതൊന്നും ഇപ്പം ഒന്നും ഓർത്തെടുക്കാനുള്ള ഇത് വരുന്നില്ല. അത്രയും ഒരു ഇതായിരുന്നു VSൻ്റെ. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതാണ്. അന്ന് ട്രെയിനിൽ കയറി. അതിൻ്റെ മുമ്പ് ഞാൻ LDF കൺവീനർ ആയിരിക്കുമ്പോൾ AK സെൻറ്ററിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ട്രെയിൻ അത്ര ഇല്ലാത്തതുകൊണ്ട് കാസർഗോഡ് മുതൽ ഇവിടെ തിരുവനന്തപുരം വരെയും ഫുള്ള് യാത്രയായിരുന്നു. അപ്പോൾ ആദ്യം പുള്ളിയുടെ യാത്ര പുലർച്ചയ്ക്കാണ് VSൻ്റെ. പുലർച്ചെ 4 മണിക്ക് പോകാമെന്ന് പറഞ്ഞാൽ VS 4 മണിക്ക് തന്നെ കൈയും ചുരുട്ടിയിട്ട് അവിടെ നിൽക്കും. നമ്മളപ്പോൾ ഒരു 3:30 പോയി 3:45 അവിടെ പോയി നിൽക്കും. വീട്ടിൽ പോയി ആലപ്പുഴ വീട്ടിൽ പോകും. പിന്നെ അവിടെ നിന്ന് അങ്ങനെ എറണാകുളം, കണ്ണൂർ, അങ്ങനെ ഓരോ സ്ഥലത്ത് സ്റ്റേ ചെയ്ത്. അന്ന് ആരും ഉണ്ടായില്ല. അന്ന് ഗവൺമെൻറ്റില്ല, VSന് ഞങ്ങൾ മാത്രമായിരുന്നുള്ളൂ. പിന്നീടാണ് ഗവൺമെൻമാരും PA ഇവരൊക്കെ വരുന്നത്. പിന്നെ ഓരോ ഇതാകുമ്പോൾ നമ്മൾ പിന്നെ കൂടുതൽ അങ്ങോട്ട് ഇതായില്ലല്ലോ. ഒറ്റയ്ക്കുള്ള ഇതിലെല്ലാം നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല ഇതൊക്കെ ചെയ്യും. നമ്മുടെ അടുത്ത് എല്ലാം റൂട്ടൊന്നും അറിയില്ല. ആലപ്പുഴയിലൊക്കെ ആദ്യം പോകുമ്പോൾ തെക്ക് വടക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്കറിയില്ലല്ലോ. അപ്പോൾ കൂടെയുള്ള അവിടെ നിന്ന് ആരെങ്കിലും സഹായികൾ കയറുന്ന സുന്ദരം പാലക്കാട്ടുകാരനാണ്. അതുകൊണ്ട് നിങ്ങൾ തെക്ക് വടക്കൊന്നും പറഞ്ഞു കൊടുക്കുക, ഉള്ള ഇത് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൂടെയുള്ളവരുടെ അടുത്ത് പറയുന്നുള്ളതല്ലാതെ നല്ലത്. പരിപാടികൾക്കെല്ലാം വരുമ്പോൾ, പൊതുപരിപാടികൾ വരുമ്പോൾ ഒരു ആരവം ഉണ്ടാവാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരാളാവും താങ്കൾ. ഇതിങ്ങനെ കാണുമ്പോൾ വലിയ ആവേശം ഉണ്ടാകുമായിരുന്നു. ഞങ്ങൾ കോഴിക്കോട് എളമരം കരീമിൻ്റെ ഇലക്ഷൻ്റെ ആ സമയത്ത് പോയപ്പോൾ VS സ്റ്റേജിൽ കടപ്പുറത്തായിരുന്നു. അന്ന് സ്റ്റേജിൽ കയറാൻ VS ഒരു 20-25 മിനിറ്റ് ആയിരുന്നു. അത്രയും ജനത്തിരക്കായിരുന്നു അന്ന് ആ സമയത്ത്. അതെല്ലാം നമ്മൾക്ക് കാണും. ഈ ജനങ്ങളുടെ ഇടയിലൂടെ എല്ലാം വണ്ടി പോകുമ്പോൾ VS അവരുടെ കാല് നോക്കണം എന്നുള്ളതൊക്കെ പറയും. വണ്ടിയിലിരുന്നിട്ട് അവർ ശ്രദ്ധിക്കണം, കാല് നോക്കണം, അവരുടെ മാറിക്കോ, ഉള്ളിൽ നിന്ന് തന്നെ കൈയൊക്കെ മാറ്റി ഇതാക്കി തരും. അത്രയും ഇതായിട്ടാണ് ഇതാകുന്നത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. പാവം നമ്മൾ സമരകാലത്ത് VS വന്ന് ഇറങ്ങുന്ന ഓരോ സമരവേദികളിലും വന്ന് ഇറങ്ങുന്നത് അന്ന് താങ്കൾ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് VSന് ഒരു തിരുവനന്തപുരത്ത് വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉൾപ്പെടെ ഉണ്ടാകുന്നത്. സമരം നടക്കുന്ന സമയത്ത് അന്ന് VS സമരപരിപാടികൾ കാറിൽ നിന്ന് കാറിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ സമരം. അപ്പോൾ ആ സമയത്ത് ഓർമ്മകളൊക്കെ ഉണ്ട്? എല്ലാവരും കൂടംകുളം പദ്ധതി അവിടെ ഇതിന് ഞാനാണ് കൂടെ പോയത്. എറണാകുളത്ത് നിന്ന് കന്യാകുമാരി ബോർഡർ എത്താറായി. അപ്പോൾ അവിടുത്തെ DGP SP ആരോ പറഞ്ഞു ഇപ്പോൾ പോകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ VSൻ്റെ മറുപടി, ഞാൻ തീരുമാനിച്ചാൽ ഞാൻ പോയിരിക്കുമെന്നുള്ള രീതിയിൽ വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് പോയി. പിന്നെയാണ് അവിടെ ബാരിക്കേഡ് വെച്ച് തടുക്കും ഇതൊക്കെ ചെയ്തത്. VS ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. VS നാളെ ഒരു നിരാകാരം കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കഴിക്കണമല്ലോ, VS കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല.
അന്ന് അങ്ങനെയാണ്. ഞാൻ ഇന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് കഴിക്കത്തില്ല. ആ രീതിയിലാണ്. ചേച്ചീൻ്റെ അടുത്ത് ചേച്ചി പറയും, നിങ്ങൾ നാളെ വൈകുന്നേരത്തല്ലേ ഭക്ഷണം കഴിച്ചിട്ട് പൊയ്ക്കോ, നീ വൈകുന്നേരം വരെ കഴിക്കണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഏയ് അതില്ല, ഞാൻ ഇന്ന് തീരുമാനിച്ചിരിക്കുക. അത്രയും ആത്മാർത്ഥതയും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരാളെയും ബോധ്യപ്പെടുത്താതെ ഉള്ള ഒരു വ്യക്തിയാണ്. ജീവനോടെ കണ്ടിട്ടുള്ള ഒരു ദൈവമായിട്ടാണ് അതെ 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 ജീവനോടെ കാണുന്ന എൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. സുന്ദരേട്ട, ഇപ്പോൾ പാലക്കാടേക്ക് സുന്ദരേട്ടൻ പാലക്കാട്ടുകാരനാണ്. വി എസ് ആലപ്പുഴയിൽ നിന്ന് പാലക്കാട് വരുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്താണ്? വി എസ് ആദ്യം ഒരു ചെറിയൊരു ഇവിടുത്തെ പാലക്കാട്ടുകാരുമായിട്ട് ആദ്യം ചെറിയ ഇലക്ഷനൊക്കെ മത്സരിക്കുമ്പോൾ ചെറിയൊരു ഇത് വന്നിരുന്നു. പിന്നെ പിന്നെ നല്ല ബന്ധമല്ലേ, എല്ലാവരുമായിട്ട് നല്ല ഇതാണ്. പിന്നെ ഓരോരോടെയും വി എസ് നല്ലൊരു ബന്ധം നിലനിർത്തി പോകുന്നു. ഇതിനൊക്കെ നോക്കിയിട്ടെല്ലാം. ഒരു വാസുവേട്ടൻ എന്ന് പറഞ്ഞ ഒരു കുറേ നല്ല പ്രായമുള്ള ഒരാളാണ്. അവരെല്ലാം കോൺഗ്രസ്സുകാരൊക്കെ ആയിരുന്നു. എന്നിട്ടും വി എസിൻ്റെ അടുത്ത് എപ്പോഴും വരിക, വി എസിൻ്റെ വീട്ടിൽ പോവുക, അങ്ങനെയുള്ള രാഷ്ട്രീയ തന്നെ വി എസിനെ ഭയങ്കര സ്നേഹിക്കുന്നതാണ് എല്ലാവരും. വി എസുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ ഒരു കാര്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ വി എസ് അതിൻ്റെ പുറകിൽ നിൽക്കും. അല്ലാതെ ഞാൻ നോക്കട്ടെ എടുക്കട്ടെ എന്നല്ല ഉള്ളത്. അത് തുറന്ന് അപ്പം തന്നെ കയ്യോടെ വിളിക്കുമായിരുന്നു. അങ്ങനെ കുറേ ആളുകൾ ഇപ്പോഴും നമ്മുടെ കൂടെ, ഒരാൾക്കാർ കോട്ടയത്തു നിന്നൊക്കെ നമ്മളെയൊക്കെ വിളിക്കാറുണ്ട്. വി എസിൻ്റെ അന്നുള്ള ബന്ധം ഇതാണ്. ഓരോ കാര്യങ്ങൾ ഇടപെട്ടിട്ട് അവർ ഒരു ഇല്ല എന്നൊന്നും പറയില്ല വി എസ്. അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കും. അത്രയും ഒരു നല്ലൊരു ഇതാണ്.